നമുക്കറിയാം ജനിച്ചത് എപ്പോഴാണ്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണ് എന്ന്. എന്നാൽ മുജാഹിദ് ബാലുശ്ശേരി പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് റമദാനിലാണ് പോലും. സുബ്ഹാനല്ലാഹ്. റമദാൻ മാസത്തിലാണ് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെട്ടത്. മുജാഹിദ് ബാലുശ്ശേരി പറയുന്ന കേട്ടോളൂ. നബി ജനിച്ച ദിനം ആ ജനിച്ചതും റബീഉൽ അവ്വലിനല്ല, റമദാനിലാണ്. മുഹമ്മദ് നബി ആയത് റമദാനിലാണ് അല്ലേ? 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 ആർക്കാണുള്ള അഭിപ്രായം? പിന്നെ റസൂൽ ജനിച്ച ദിനം അതാണ് മുഹമ്മദിന്റെ ദിനം. മുഹമ്മദ് ജനിച്ച ദിനം അവിടെ നബി ഇല്ല, റസൂലില്ല. നബി ജനിച്ചപ്പോ റസൂലല്ല, അത് ഈസാ നബിയല്ല. അപ്പോ റമദാനിലാണ് പോലും റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചത്. ഭയങ്കര തഹ്കീക്കോടാണ് ഇയാൾ പറയുന്നത്. ഇയാൾ ഏതും പറയുകയാണെങ്കിൽ ഭയങ്കര തഹ്കീക്കേ പറയുള്ളൂ. ഖാത്തിമത്തുൽ മുഹഖിഖാനാണ് ഇയാൾ. അപ്പോ ഇയാൾ പറയുന്നു റമദാനിലാണ്. എന്നാൽ ഇവരെ കൂട്ടത്തിൽ വേറൊരു മൗലവിയുണ്ട്. ഇയാൾക്ക് എതിരെ പ്രസംഗിക്കുന്നു. അനസ് മൗലവി എന്നാണ് അയാളുടെ പേര്. അയാൾ പറയുന്നു റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വലിലാണ്, 12-നാണ്, തിങ്കളാഴ്ചയാണ്. വളരെ കൃത്യമായിട്ട് അയാൾ പറയും. ആ പറയുന്നിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. അതെ, തീർന്നല്ലോ. മുജാഹിദ് ആർക്കും സംശയമില്ലല്ലോ. മുജാഹിദിന്റെ പഴയ കാലഘട്ടത്തിലെ ഒരു നേതാവാണ് ഇബ്നുൽ ജൗസി. ആ ഇബ്നുൽ ജൗസിയുടെ ഒരു ഗ്രന്ഥമുണ്ട്, സിഫത്തു സഫ്വ. ആ സിഫത്തു സഫ്വ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം, ഇതാണ് ഇബ്നുൽ ജൗസിയുടെ ഗ്രന്ഥം. ഈ ഇബ്നുൽ ജൗസിയുടെ സിഫത്തു സഫ്വയിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വലിലാണ്, തിങ്കളാഴ്ചയാണ് എന്നതിൽ ഒരൊറ്റൊരാൾക്കും തർക്കമില്ല. ഇത്തഫഖൂ അലാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉലിദ യൗമൽ ഇത്നൈനി ഫീ ശഹ്രി റബീഉൽ അവ്വൽ ആമൽ ഫീൽ. മുജാഹിദിന്റെ പഴയ കാലഘട്ടത്തിലെ ഒരു നേതാവാണ് ഇബ്നുൽ ജൗസി. അയാളാണ് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഉൽ അവ്വലിലാണ് പ്രസവിക്കപ്പെട്ടിട്ടുള്ളത് എന്നതിൽ ഒരു പണ്ഡിതനും തർക്കമില്ല, ഇത്തിഫാഖാണ്. അതും തിങ്കളാഴ്ചയാണ് എന്നതിലും ഒരാൾക്കും തർക്കമില്ല. പക്ഷെ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് തിങ്കളാഴ്ചയാണ് പോലും. അപ്പൊ ഏത് നാളെ അയാൾ 1-ാം ക്ലാസ് പോലും പഠിച്ചിട്ടില്ലാന്ന് ഉറപ്പായി. തഹ്ഖീഖ് മാത്രമേ പറയാൻ പഠിച്ചിട്ടുള്ളൂ. മദ്രസയിൽ 1-ാം ക്ലാസ് പോലും പഠിക്കാത്ത ആളാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം, ആ ജന്മദിനം ആചരിക്കുന്നത് സുബ്ഹാന ജല്ല ജലാലുഹു ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും അംഗീകരിച്ച സംഗതിയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം. വബിറഹ്മതിഹി, അവന്റെ റഹ്മത്ത് കാരുണ്യമാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടും സന്തോഷിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കണം. അതുകൊണ്ടാണ് ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച ദിവസം വരുമ്പോൾ ഭയങ്കരമായ സന്തോഷം ഉൾക്കൊള്ളുന്നു, ഭയങ്കരമായ ആഹ്ലാദങ്ങൾ ഉൾക്കൊള്ളുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു എന്നതിന്റെ പേരിൽ. നിങ്ങൾക്കറിയാമല്ലോ, പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, തബ്ബത് യദാ അബീ ലഹബ് എന്ന് പറയുന്ന അധ്യായം. ആ അധ്യായത്തിൽ അബൂലഹബിന്റെ പേര് പറയുന്നുണ്ടല്ലോ. പരിശുദ്ധ ഖുർആനിൽ അബൂജഹലിന്റെ പേര് പോലും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ ശത്രുവായിരുന്നല്ലോ അബൂജഹൽ. ബദർ യുദ്ധത്തിൽ അബൂജഹലിനെ കൊല്ലുന്ന സമയം, ആ സമയത്ത് അവന്റെ കഴുത്തിനെ മുറിക്കുന്ന സമയത്ത് 2 ചെറുപ്പക്കാരായ മക്കൾ ബദർ യുദ്ധത്തിൽ വെച്ചുകൊണ്ട് 2 ചെറുപ്പക്കാരായ സ്വഹാബത്ത് അബൂജഹലിന്റെ കഴുത്ത് മുറിക്കാൻ വേണ്ടി വരുമ്പോൾ, അബൂ
അബൂജഹൽ പറഞ്ഞു, മക്കളെ, എന്റെ കഴുത്ത് മുറിക്കുമ്പോൾ ഒരൽപ്പം നീളം വെച്ചുകൊണ്ട് നിങ്ങൾ മുറിക്കണം. കാരണം ജീവിതത്തിൽ മുഹമ്മദ് എന്നെ കണ്ട് ഇന്ന് വരെ പേടിച്ച ആളല്ല. മരണത്തിന്റെ ശേഷമെങ്കിലും എന്റെ ശരീരം, എന്റെ തല കണ്ടുകൊണ്ടൊന്ന് പേടിച്ചോട്ടെ. അതുകൊണ്ട് തലമുറിക്കുമ്പോൾ ഒരൽപ്പം നീളം വെക്കണമെന്ന് അബൂജഹൽ പറഞ്ഞു. അത്രക്കും കടുത്ത ശത്രുവാകുന്ന അബൂജഹലിന്റെ പേര് പോലും ഖുർആനിലില്ല. എന്നാൽ അബൂലഹബിന്റെ പേര് ഖുർആനിലുണ്ട്. ആ അബൂലഹബിന്റെ പേര് ഖുർആനിൽ പറയാൻ കാരണം അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിച്ച ആളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിനെ വേദനിപ്പിച്ച ആളാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിച്ച ഒരാള് പോലും ദുനിയാവിൽ അവന് സുഖത്തോടെ മരിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട് ഏത് വിഷയങ്ങൾക്കും വല്ലാത്ത പ്രത്യേകതയാണ്. അത് സമയമായാലും ശരി, സ്ഥലമായാലും ശരി, മസ്അലയായാലും ശരി, ഖുർആനിന്റെ ഒരു വചനമായാലും ശരി, അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ആയത്താണെങ്കിലും അതിന് വല്ലാത്ത പ്രത്യേകതയാണ്. ആ ആയത്തിന്റെ ശൈലി തന്നെ പ്രത്യേകമായ ശൈലിയാണ്. അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട മസ്അലകൾക്കും പ്രത്യേകതയാണ്. ഞാൻ ആ മസ്അലൊന്നും ഇപ്പോൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾക്കും പ്രത്യേകതയുണ്ട്. അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട സമയത്തിനും പ്രത്യേകതയുണ്ട്. ഇരിക്കട്ടെ, അബൂലഹബ്, ആ അബൂലഹബ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി തബ്ബല്ലക ലിഹാദാ ജമഅതനാ, ഇസ്ലാമിന്റെ പ്രബോധനം ആരംഭിക്കുന്ന സമയം അല്ലാഹുവിനല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്ന് അബൂലഹബിനും അതുപോലെ ഖുറൈശികളോടും പറഞ്ഞപ്പോൾ തബ്ബല്ലക ലിഹാദാ ജമഅതനാ, മുഹമ്മദേ, നീ നശിച്ചു പോകും, ഈ സംഗതി പറയാനാണോ ഞങ്ങളിവിടെ ഒരുമിച്ച് കൂട്ടിയതെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ അബൂജഹൽ, അബൂലഹബ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിന് വല്ലാത്ത വേദനയായി പോയി, വല്ലാത്ത സങ്കടമായി പോയി. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അവനെ സംബന്ധിച്ച് ആയത്തിറങ്ങുന്നു, സൂറത്തിറങ്ങുന്നു, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അങ്ങനെ ആയത്തിറങ്ങിയ അല്ലാഹുവിന്റെ ശാപത്തിന് വിധേയമായ അബൂലഹബ് അവസാനം ചത്തുപോയത് വലിയ കുഷ്ഠരോഗം ബാധിച്ചിട്ടാണ്. ശരീരത്തിൽ അവന്റെ ഫുള്ളായി രോഗങ്ങൾ ബാധിച്ചു, പുണ്ണുകളുണ്ടായി, വല്ലാത്ത പുണ്ണുകളാണ്, കുഷ്ഠരോഗമാണ്. ആ കുഷ്ഠരോഗത്തിൽ ചത്തുപോവുകയാണ്. അങ്ങനെ ചത്തുപോയ അബൂലഹബിന്റെ ശരീരത്തിന് മറമാടാൻ പോലും ആളുകൾ കിട്ടുന്നില്ല. അവസാനം മക്കൾ കൊണ്ടുപോയി ഒരു ചരണ്ടിയിലേക്ക് വലിച്ചെറിയുകയാണ്. അടുക്കാൻ പോലും കഴിയാത്ത നിലക്കുള്ള ദുർഗന്ധമാണ്, നാറ്റമാണ്. അങ്ങനെ ഒരു ചരണ്ടിയിലേക്ക് കൊണ്ടുപോയി വലിച്ചെറിഞ്ഞപ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് അടിച്ചു വീശുന്ന ദുർഗന്ധങ്ങളെ കൊണ്ട് നാട്ടിലെ ആളുകൾക്ക് താമസിക്കാൻ സാധിക്കാതെയായി പോയി. നാട്ടിലാകെ വല്ലാത്ത ദുർഗന്ധമാണ്, നാറ്റമാണ്. ആ സമയത്ത് നാട്ടുകാരൊക്കെ വന്നുകൊണ്ട് അബൂലഹബിന്റെ മക്കളെ പിടിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു, താക്കീത് ചെയ്യുകയാണ്. നിങ്ങളുടെ ബാപ്പയെ നിങ്ങൾ മറമാടുന്നില്ലെങ്കിൽ നിങ്ങളെ നാം വകവരുത്തിക്കൊള്ളുമെന്ന് നാട്ടുകാരൊക്കെ അബൂലഹബിന്റെ മക്കളോട് പോയി താക്കീത് പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ആ മക്കൾ പോയി അബൂലഹബിന്റെ ശരീരത്തിലേക്ക് ദൂരെ നിന്നുകൊണ്ട് മണ്ണ് വലിച്ച് വാരിയെറിയുകയാണ്. അങ്ങനെ അവന്റെ ശരീരം മറമാടുകയാണ്. ആ നിലക്ക് ചത്തുപോയ നാട്ടിലാകെ നാറ്റം കൊണ്ട് ആ നിലക്കുള്ള ഒരു പര്യവസാനം സംഭവിച്ചു പോയ അബൂലഹബിന് പോലും നരകത്തിൽ അല്ലാഹു തആല കുടിക്കാനുള്ള വെള്ളം കൊടുക്കുകയാണ്. തിങ്കളാഴ്ച ദിവസം വെള്ളം കൊടുക്കുകയാണ്. അവന്റെ വിരലിലൂടെ കുടിക്കാനുള്ള ശുദ്ധമായ ജലം ലഭിക്കുന്നു. എന്താണ് കാരണം? അതിന്റെ കാരണം എന്തായിരുന്നു? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോഴേക്ക് അവിടുത്തെ ദാസിയായിരുന്ന വെള്ളാട്ടിപ്പെണ്ണായിരുന്ന സുവൈബത്തുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന സ്ത്രീ അതാ അബൂലഹബ് അവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. അബൂലഹബിന്റെ അടുക്കലേക്ക് ഓടിപ്പോയി കൊണ്ട് പറയുന്നു, നിങ്ങളെ സഹോദരന്റെ ഭാര്യ ആമിന അതാ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചിരിക്കുകയാണ്. ആ സന്തോഷ വിവരം കിട്ടിയപ്പോഴേക്ക് പെൺകുട്ടി പ്രസവിച്ചാൽ അന്ന് അവരൊക്കെ വല്ലാത്ത വേദനിക്കുന്ന കാലമാണ്, വല്ലാത്ത അവമാനം സഹിക്കേണ്ട കാലമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആൺകുട്ടി പ്രസവിച്ചു എന്നുള്ള സന്തോഷത്തിന്റെ വാർത്ത തനിക്ക് ആ സുവൈബത്ത് തന്നപ്പോൾ ആ സുവൈബത്തിനെ അതാ അബൂലഹബ് ഇത്ഖ് ചൊല്ലുകയാണ്, സ്വതന്ത്രരാക്കി വിടുകയാണ്. അങ്ങനെ സ്വതന്ത്രരാക്കി വിട്ടതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ റസൂലാണ് പ്രസവിച്ചത് എന്ന ടൈറ്റിലല്ല അബൂലഹബ് സന്തോഷിച്ചിട്ടുള്ളത്.
പ്രസവിക്കപ്പെട്ടു എന്ന ടൈറ്റിലല്ല സന്തോഷിച്ചത്, വെറും ഒരു ആൺകുട്ടിയാണ് എന്ന കാരണം കൊണ്ടാണ്. പക്ഷേ ആ ആൺകുട്ടി ആരായി പോയി? ലോകത്തിന്റെ നേതാവായി പോയി. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബി വമിൻ അജമി മൗലായ സല്ലി വസല്ലിം. സന്തോഷിച്ച ആൺകുട്ടി ലോകത്തിന്റെ നേതാവായി പോയി. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായി പോയി. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നരകത്തിലെ ശുദ്ധമായ ജലം കുടിക്കാൻ കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സംഭവം എടുത്തു ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഇദാ കാന ഹാദാ കാഫിറൻ ജാഅദമുഹു وتبت يداه في الجحيم مخلدا أتى أنه في يوم الاثنين دائما يخفف عنه للسرور بأحمدا فما الظن بالعبد الذي كان عمره بأحمد مسرورا ومات موحدا. അള്ളാഹുവിന്റെ റസൂലിന്റെ കടുകടുത്ത ശത്രുവാകുന്ന അബൂലഹബിന് പോലും, കാഫറായ അബൂലഹബിന് പോലും നരകത്തിൽ വെച്ചുകൊണ്ട് തിങ്കളാഴ്ച ദിവസം റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചതിന്റെ പേരിൽ സന്തോഷം ഉൾക്കൊണ്ട കാരണത്താൽ നരകത്തിൽ വെച്ചുകൊണ്ട് ശുദ്ധമായ ജലം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫമല്ലന്നു ബിൽ അബ്ദില്ലദി കാന ഉംറുഹു ബിഅഹ്മദ മസ്റൂറൻ വമാത മുവഹിദാ. ജീവിതം മുഴുവനും റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് സന്തോഷിക്കുകയും മുഅ്മിനായി ജീവിക്കുകയും ചെയ്ത് മരിച്ചുപോയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിന്റെ അഭിപ്രായം എന്താണ്? നിന്റെ ഭാവന എന്താണ്? നിന്റെ വിചാരം എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അബൂലഹബിന് പോലും അല്ലാഹു തആല ജനനത്തിന്റെ പേരിൽ സന്തോഷിച്ചതുകൊണ്ട് വലിയ പ്രതിഫലം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം എന്തായിരിക്കും? നിങ്ങൾ മനസ്സിലാക്കി നോക്കുക. പക്ഷെ ഇതൊക്കെ പറയുമ്പോ മുജാഹിദ് കളിയാക്കാൻ അബൂലഹബിന് കോൾഡ് ഡ്രിങ്ക്സ്, നരകത്തിൽ അബൂലഹബിന് കോൾഡ് ഡ്രിങ്ക്സ് പോലും സുബ്ഹാനല്ലാഹ് അല്ലാഹ് കൊടുത്ത സാധനത്തെ കളിയാക്കാൻ. അബൂലഹബിന് കോൾഡ് ഡ്രിങ്ക്സ് പോലും. ഏതിരുന്നാലും ഇരിക്കട്ടെ, കോൾഡ് ഡ്രിങ്ക്സോ ഹോട്ട് ഡ്രിങ്ക്സോ ഏതായും നരകത്തിൽ വെച്ചുകൊണ്ട് ശുദ്ധമായ ജലം അല്ലാഹു തആല കൊടുക്കുന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലാണുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ജനനം കൊണ്ട് സന്തോഷിക്കുക എന്നത് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച സംഗതിയാണ്. നിരവധി നിരവധി തെളിവുകളുണ്ട്. അല്ലാഹുവിന്റെ റസൂല് ജന്മദിനം കൊണ്ടാടിയിട്ടുണ്ടോ എന്നാ മുജാഹിദിന്റെ ചോദ്യം. 1000-ലേറെ പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂല് ജന്മദിനം കൊണ്ടാടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല, 1000-ലേറെ പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂല് തന്റെ ജന്മദിനം ആചരിച്ചിട്ടുണ്ട്. സംശയമുള്ള ഏതെങ്കിലും മൗലവിമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളോ ഉണ്ടെങ്കിൽ അവർക്ക് അവസാനമായി ഞാൻ സമയം കൊടുക്കും ചോദ്യം ചോദിക്കാൻ. അവർക്ക് മുന്നോട്ട് വരാവുന്നതാണ്. പിന്നൊരു സംഗതി ആൾ പറഞ്ഞത് ഇവിടെ മങ്കൂസ് മൗലിദ്, സുബ്ഹാനല്ലാഹ്, അയാളെ വല്ലാത്ത വിമർശനാണ്. മങ്കൂസ് മൗലിദിൽ അയാ സ്വാനമൽ ഈദില്ലദീ സഫ ഹൗലഹു സനാദീദു വഫുദിൻ മിൻ ബുഅദിൻ വമിൻ ഖുർബി എന്ന് തുടങ്ങുന്ന ഉസ്മാൻ ബിൻ ഹുവൈസ് എന്ന് പറയുന്ന ഒരാള് വിഗ്രഹത്തെ വിളിച്ചുകൊണ്ട് പാടിയൊരു പദ്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പ്രസവിക്കപ്പെട്ട രാത്രി, ആ ദിവസം വിഗ്രഹങ്ങളെല്ലാം തലകുത്തി വീണു. അപ്പൊ ഉസ്മാൻ ബിൻ ഹുവൈസ് വിഗ്രഹത്തിന്റെ അടുക്കൽ പോയി വിഗ്രഹത്തിനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നു. നിർത്തിയപ്പോ രണ്ടാമത് വീഴുന്നു, പിന്നെയും നിർത്തി, പിന്നെയും വീഴുന്നു. അവസാനം വിഗ്രഹങ്ങളെ വിളിച്ചുകൊണ്ട് ഈ ഉസ്മാൻ ബിൻ ഹുവൈസ് പാടുന്നു, യാ സ്വാനമൽ ഈദില്ലദീ സഫ ഹൗലഹു
സനാദീദു വഫുദിൻ മിൻ ബുഅദിൻ വമിൻ ഖുർബി എന്ന് തുടങ്ങുന്ന ഒരു 4ഓളം വരികൾ. അപ്പോ മുജാഹിദിന്റെ ചോദ്യം ഇവിടെ പ്രസംഗം എന്താ? ഈ മുസ്ലിയാക്കന്മാർ അറബി അറിയാത്ത സാധാരണക്കാരെ നട്ടം തിരിക്കുകയാണ്. കാരണം ഈ മങ്കൂസ് മൗലിദിലുള്ള എന്താ? വിഗ്രഹത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പദ്യങ്ങളാണ്. അതിനെ ഈ അർത്ഥം അറിയാത്ത സാധാരണക്കാരെ കൊണ്ട് ഇവർ പഠിപ്പിക്കേണ്ടതുണ്ട്. വിഗ്രഹത്തിന് വിളിച്ച് പാടിയ പദ്യമല്ലേ ഇത്, അതിനെ മദ്ഹ് എന്ന് പറഞ്ഞ് സാധാരണക്കാരെ വിളിച്ച് പാടിപ്പിക്കുകയാണ്. അവർക്കറിയോ ഇതിന്റെ അർത്ഥം ഇതെന്താണ്? നിങ്ങൾ നോക്കി, ഈ സംഭവം യഥാർത്ഥത്തിൽ മങ്കൂസ് മൗലിദിൽ മാത്രമാണ് ഉള്ളത്. മുജാഹിദുകൾ അംഗീകരിക്കുന്ന അവരെ വലിയ ഒരു നേതാവുണ്ടല്ലോ, ഇബ്നു കസീർ. ആ ഇബ്നു കസീറിന്റെ അൽ ബിദായത്ത് വന്നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ 364 പേജിലും ഈ പദ്യം കാണാം. أيا صانم العيد الذي صف حوله صناديد وفد من بعيد ومن قرب تنكست مقلوبا فما ذاك كلنا أذاك سفيه أم تنكست للعتب فإن كان من ذنب أتينا فإننا نبوه بإقرار ونلبي عن الذنب وإن كنت مغلوبا ونكست صاغرا فما أنت في الأوثان بالسيد الربي. ഇബ്നു കസീറിന്റെ അൽ ബിദായത്ത് വന്നിഹായയിലുള്ളതാ. ഇത് മുജാഹിദിന്റെ നേതാവ് ഇബ്നു കസീറിന്റെ കിതാബാണ്. അപ്പൊ കിതാബിലുള്ള സംഭവമാണത് മങ്കൂസ് മൗലിദിൽ കൊടുത്തത്. ഇനി ഈ സംഭവം വിഗ്രഹത്തോട് പറഞ്ഞ സംഭവമാണ്, അതുകൊണ്ട് അത് മങ്കൂസ് മൗലിദിൽ കൊടുക്കാൻ പാടില്ല എന്നാണോ മുജാഹിദ് നീ പറയുന്നത്? എന്താ, നിന്നോട് കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാണ്ട്. പരിശുദ്ധ ഖുർആനിലെ കുറെ വാക്കുകൾ നീ ഒഴിവാക്കണം. എന്താ, പരിശുദ്ധ ഖുർആനിൽ ഞാനൊരു ചോദ്യം ചോദിക്കും, അതിന് മറുപടി പറയണം. പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, വിശുദ്ധ ഖുർആനിന്റെ ഓരോ അക്ഷരത്തിനും ഓരോ ഹസനത്താണ്. لا أقول ألف لام ميم حرف بل ألف حرف ولام حرف وميم حرف. വിശുദ്ധ ഖുർആനിന്റെ ഓരോ ഹർഫിനും 10 ഹസനത്തുകളുണ്ട്. എന്നിട്ട് നബി പറഞ്ഞു, അലിഫ് ലാം മീം എന്നുള്ളത് ഒന്നിച്ചുകൊണ്ട് ഒരു ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല. അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. അപ്പൊ 30 ഹസനത്ത്. പരിശുദ്ധ ഖുർആനിന്റെ ഓരോ അക്ഷരം ഉച്ചരിച്ചാലും 10 ഹസനത്തുകൾ, പ്രതിഫലങ്ങൾ അല്ലാഹു തആല തരുന്നു. എങ്കിൽ മുജാഹിദ് അല്ലെങ്കിൽ ഇവിടെ കൂടിയ ചെറുപ്പക്കാർ മുജാഹിദുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കണം. എന്താ, ഞാൻ ചില ആയത്തുകൾ പറഞ്ഞിരുന്നു, അവരോടൊന്ന് തിരിച്ചൊന്ന് ചോദിക്കുക. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തുണ്ട്, وقال الذين كفروا أإذا كنا ترابا وآباؤنا أإنا لمخرجون لقد وعدنا هذا نحن وآباؤنا من قبل إن هذا إلا أساطير الأولين. സൂറത്തു നംലിന്റെ 68-ാമത്തെ ആയത്ത്. എന്താ അതിലുള്ളത്? കാഫിറുകൾ പറഞ്ഞു എന്നിട്ടാണ് കാഫിറുകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഖുർആൻ പറയുന്നത്. കാഫിറുകൾ പറഞ്ഞു. കാഫിറുകളെ വാക്യമാണ് ഖുർആനിലുള്ളത്. അത് ഓതണോ വേണ്ടേ? കാഫിരീങ്ങളെ വാക്കാണ് ഖുർആനിൽ പറയുന്നത്. അത് ഉദ്ധരിച്ചാൽ എന്നിട്ട് പറയുന്നു അഇദാ കുന്ന, എന്താ കാഫിറുകൾ പറഞ്ഞത്? അഇദാ കുന്ന തുറാബ, മുഹമ്മദേ ഞങ്ങൾ മണ്ണായി പോയാൽ, വആബാഉന ഞങ്ങളെ ബാപ്പമാരും, അഇന്നാ ലമുഖ്റജൂൻ ഞങ്ങളെ വീണ്ടും ഒരു ഹയാത്ത് ഖബറിന്ന് പുറപ്പെടിച്ചുകൊണ്ട് ഒരു പുനർജീവിതം നമുക്ക് നൽകുകയും അതുണ്ടാവോ മുഹമ്മദേ? മുഹമ്മദേ, ഇങ്ങനത്തെ ബടായൊക്കെ ഞങ്ങൾക്കും ഞങ്ങളെ മുമ്പത്തെ ബാപ്പമാർക്കൊക്കെ നൽകപ്പെട്ടിട്ടുണ്ട്, ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് മുഹമ്മദേ, നിന്റെ ഈ ഖുർആൻ ഇതൊരു കെട്ടുകഥയാണ്, നോവലാണ്.
ഇൻ ഹാദാ ഇല്ലാ അസാത്തീറുൽ അവ്വലീൻ. ഇതൊരു നോവലാണ്, കാദംബരിയാണ്, ഒരു കെട്ടുകഥയാണ്. ഇത് കാഫിറുകൾ പറഞ്ഞ വാക്യമാണ്. ഇതിന് കൂലി ഉണ്ടോ ഇല്ലേ? മറുപടി പറയണം. ഇൻ ഹാദാ ഇല്ലാ അസാത്തീറുൽ അവ്വലീൻ. ഈ അലിഫും നൂനും ഹാവും ദാലും ഉച്ചരിച്ചാൽ കാഫിറുകൾ പറഞ്ഞ വാചകമാണ്, അവരുടെ വാക്യമാണ്. അത് പറഞ്ഞാൽ പ്രതിഫലം ഉണ്ടോ ഇല്ലേ എന്ന് മുജാഹിദ് വ്യക്തമാക്കണം. ഉണ്ടോ ഇല്ലേ? കാഫിർ പറഞ്ഞ വാക്കല്ലേ? അത് ഖുർആനിൽ പറയാൻ പറ്റുമോ? ഖുർആനിൽ ഒഴിവാക്കേണ്ടത് ഉസ്മാൻ ഇബ്നു വൈരിസ് പറഞ്ഞതാണ്. അതുകൊണ്ട് മൻഖൂസൂലിൽ പാടാൻ പറ്റൂല എന്നല്ലേ നീ പറഞ്ഞത്? എങ്കിൽ ഇവിടെ സർവ്വ മുശ്രിക്കുകളും പറഞ്ഞ വാക്കാണ് ഖുർആൻ പറയുന്നത്. അത് എടുത്തോളാണ് ഖുർആനിൽ. തീർന്നോ? എത്ര എത്ര കൊട്ടക്കണക്കിലായിട്ടുണ്ട്. ഒന്ന് രണ്ടല്ല, ഒന്ന് രണ്ടെന്നില്ല. യഖൂലുല്ലദീന കഫറൂ ലസ്ത മുർസലാ. കാഫിറുകൾ പറഞ്ഞു റസൂലുള്ളാഹിയോട് ലസ്ത മുർസലാ, ഓ മുഹമ്മദേ നീ പ്രവാചകനല്ല. ഈ ലസ്ത മുർസല എന്നതിന്റെ ലാമിനിക്കും സീനിക്കും താനിക്കും കൂലി ഉണ്ടോ ഇല്ലേ? നീ മുർസലല്ല എന്ന് കാഫിറുകൾ പറഞ്ഞ വാക്യമാണ്, അവരെ വാക്ക് തൊള്ളയിൽ പറഞ്ഞ വാക്യമാണ്. അത് ഖുർആൻ പറയുന്നു. അത് പറഞ്ഞാൽ കൂലി ഉണ്ടോ ഇല്ലേ? അത് ഖുർആനാണോ അല്ലേ? അത് ഒഴിവാക്കേണ്ടതാണോ അല്ലേ? മറുപടി പറയാം. ആളുകളെ പൊട്ടീസാക്കി എന്തെങ്കിലും തോന്നിവാസം പറഞ്ഞു പോയാൽ ശരിയാവില്ല. ഇത് രണ്ട് മാത്രം സാമ്പിള് 100 കണക്കിന് ഉണ്ട്. ഗൗസുൽ ആദം പറഞ്ഞിട്ടുണ്ട് പോലും എന്നെ സഹായത്തിന് വിളിക്കരുത് എന്ന്. ഗൗസുൽ ആദം അള്ളാഹിനോട് മാത്രം ചോദിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് മുസ്ലിയാക്കന്മാരുണ്ടാക്കിയതാണ്. തമിഴ്നാട്ടിലെ സദഖത്തുല്ലാഹിൽ കാഹി എന്ന് പറയുന്ന മനുഷ്യനുണ്ടാക്കിയതാണ്. ഗൗസുൽ ആദം പറഞ്ഞിട്ടില്ലേ? കേട്ടോ, ബഹുമാനപ്പെട്ട ഗൗസുൽ ആദമിന്റെ കിതാബാണ് ഫുതുഹുൽ ഗൈബ്. ആ ഫുതുഹുൽ ഗൈബിൽ ബഹുമാനപ്പെട്ട ഗൗസുൽ ആദമിന്റെ വാക്യം നോക്കൂ. وشباش ملكي سار شرقا ومغربا وصرت لأهل الكرب غوثا ورحمتا. ഔസുലയാളം പറയുന്നു വസ്റുതു ലിഅഹ്ലിൽ കർബി, വിഷമമുള്ള, കഷ്ടമുള്ള, പ്രയാസമുള്ള, സങ്കടങ്ങളുള്ള ആളുകൾക്ക് ഞാനായിരിക്കുന്നു ഗൗസം വറഹ്മ. അവർക്ക് ഞാൻ സഹായിയാണ്, അവരെ ഞാൻ സഹായിക്കുന്നവനാണ്, അവർക്ക് ഞാൻ കാരുണ്യം ചെയ്യുന്നവനാണ്, അവർക്ക് ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കുന്നവനാണ് ഞാൻ. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം അവിടുന്ന് പറഞ്ഞു. തീർന്നില്ല. അതേ ഗൗസുൽ ആദം ഫുതുഹുൽ ഗൈബിന്റെ 237 പേജിൽ പറയുന്നു. കണ്ടോ, 237 പേജിൽ സുബ്ഹാനല്ലാഹ് ഇദാ മുരീദി ഇദാ മാ കാന ശർഖൻ വമഗ്രിബാ അഗിസുഹു ഇദാ മാ സാറ ഫീ അയ് ബൽദതി. എന്റെ മുരീദ് ഇദാ മാ കാന ശർഖൻ വമഗ്രിബാ, അവൻ ഭൂമിന്റെ പടിഞ്ഞാറ് ഭാഗത്തിലാണെങ്കിലും കിഴക്ക് ഭാഗത്തിലാണെങ്കിലും അഗിസുഹു, ഞാൻ അവനെ സഹായിക്കും, ഞാൻ അവനെ സഹായിക്കും. ഇദാ മാ സാറ ഫീ അയ് ബൽദതി, എന്റെ മുരീദ് ഏത് നാട്ടിൽ വെച്ച് നടന്നു പോയാലും, ഏത് നാട്ടിലായാലും, ഉപ്പിനിങ്കടിലായാലും, അല്ലെങ്കിലോ വേറെ ഏത് നാട്ടിലായാലും, ഈ പ്രസംഗിച്ച മൗലവിന്റെ നാട്ടിലായാലും, എവിടെയായാലും എന്റെ മുരീദിന് ഞാനിതാ സഹായിക്കും. തവസ്സൽ ബിനാ ഫി കുല്ലി ഹൗലിൻ വശിദ്ദതി അഗീദുക ഫിൽ അശ്യാഇ തുറം ബിഹിമ്മതി. അതേ, എന്നെ കൊണ്ട് നീ തവസ്സുൽ ചെയ്തോ. ഫീ കുല്ലി ഹൗലിൻ വശിദ്ദ, എല്ലാ പ്രയാസങ്ങൾ വരുമ്പോൾ, ഏത് സങ്കടങ്ങൾ എനിക്കുണ്ടാകുമ്പോഴും, ഏത് കഷ്ടപ്പാടുണ്ടാകുമ്പോഴും നീ എന്നെ മധ്യവർത്തിയാക്കണം, എന്നെ കൊണ്ട് തവസ്സുൽ ചെയ്യണം, ഞാൻ നിന്നെ സഹായിക്കാം. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം പറയുന്നു. തീർന്നില്ല. അതിന്റെ 243 പേജിലും ഗൗസുൽ ആദം പറയുന്നത് കൊണ്ടോ, ഉമുരീദി ഇദാ ദഅാനി ബിശർഖിൻ ഔ ബിഗർബിൻ ഔ നാസിലി ബഹരിൻ താമി ഫാഖിദുഹു ലൗ കാന ഫൗഖ ഹവാഇ അന സൈഫുൽ ഖലാലി കുല്ലി ഖിസാമി. എന്റെ മുരീദ് ഇദാ ദഅാനി, എന്നെ വിളിച്ചാൽ, ബിശർഖിൻ, അതേ കിഴക്ക് ഭാഗത്ത് വെച്ചുകൊണ്ട് എന്റെ മുരീദ് എന്നെ വിളിച്ചാൽ, ഔ ബിഗർബിൻ, അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് വിളിച്ചാൽ, ഔ നാസിലി ബഹരിൻ ത്വാമി, അല്ല
അല്ലെങ്കിൽ സമുദ്രത്തിന്റെ അടിഭാഗത്തിൽ ഇറങ്ങിയവനായി എന്നെ വിളിച്ചാൽ ഞാൻ അവനെ സഹായിക്കും. അവൻ ഹവയിൽ അന്തരീക്ഷത്തിന്റെ മുകളിലാണെങ്കിൽ ഞാൻ അവനെ സഹായിക്കുന്നതാണ്. ആരാ പറയുന്നത്? ഗൗസുൽ ആളം, ഫുതുഹുൽ ഗൈബിന്റെ 243 പേജ്. പിന്നെന്താ? ഗൗസുൽ ആളം പറഞ്ഞിട്ടില്ല പോലും. സുബ്ഹാനല്ലാഹ്. ഇനി വഫാത്തായി പോയ ഗൗസുൽ ആളം അല്ലെങ്കിൽ അങ്ങനെയുള്ള മഹാന്മാരെ വിളിക്കാമോ? അങ്ങനെ വിളിക്കാമോ? നിങ്ങൾക്ക് ഒരു രസം കേൾക്കണം. അതിൽ 2005 വരെ സർവ്വ മുജാഹിദുകളും കാഫറാകണം. എന്തുകൊണ്ടറിയോ? വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിട്ടാണ് സർവ്വ മുജാഹിദുകളും 2005 വരെ നിസ്കരിച്ചത്. വഫാത്തായി പോയ നബി അല്ലേ? 2005 വരെ മരിച്ചവരെ വിളിക്കാമോ? ശിർക്കാണ്, ഗൗസുൽ ആദമിനെ വിളിക്കാമോ എന്നൊക്കെയാണല്ലോ പറയുന്നത്. 2005 വരെ സർവ്വ മുജാഹിദുകളും വഫാത്തായി പോയ നബിയെ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ തെളിവ് സഹിതം പറയാം. അത്തഹിയാത്തിൽ നമുക്കറിയാം, ഇത് മുജാഹിദുകൾ മദ്രസാ പുസ്തകം 1991 1991 മുജാഹിദുകൾ മദ്രസാ പുസ്തകം. ആ മദ്രസാ പുസ്തകത്തിൽ മുജാഹിദുകൾ അത്തഹിയാത്ത് പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാ അത്തഹിയാത്ത് പഠിപ്പിക്കുന്നത്? ഞാൻ വായിക്കാം. അത്തഹിയാത്തു ലില്ലാഹ് വസ്സലവാതു വത്വയ്യിബാത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, അയ്യുഹൻ നബിയു, ഓ നബിയേ. വഫാത്തായി പോയ നബിനെ വിളിക്കാനല്ലേ മുജാഹിദ് 1991 മദ്രസാ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത്. സർവ്വ മുജാഹിദുകളും അവരെ പള്ളിയിൽ വെച്ച് കണ്ട് വഫാത്തായി പോയ നബിയെ വിളിച്ചിട്ടില്ലേ? 1991 മദ്രസാ പുസ്തകമാണ്. ഇനി നിങ്ങൾ നോക്ക്, ഈ അത്തഹിയാത്ത് അതിന്റെ ഒരു വർഷം മുമ്പത്തതാണ്. 1990 പഠിപ്പിച്ചത് അങ്ങനെ തന്നെയാ. അത്തഹിയാത്തു ലില്ലാഹ് വസ്സലവാതു വത്വയ്യിബാതു അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, ഓ നബിയേ. വഫാത്തായി പോയ നബിയെ വിളിക്കുന്നു. സർവ്വ മുജാഹിദും അന്നൽ മസാജിദു ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളിയിൽ വെച്ച് പള്ളി അല്ലാഹുക്കുള്ളതാണ്, പള്ളിയിൽ ഒരാളെ വിളിക്കാൻ പാടില്ല അല്ലാഹു തആല എന്നാ മുജാഹിദ് ഖുർആന്റെ ആയത്ത് ഓതുന്നത്. പക്ഷേ ഈ പ്രസംഗിക്കുന്ന മുജാഹിദിന്റെ മൗലവിമാരടക്കം വഫാത്തായി പോയ നബിയെ 1990 വിളിച്ചു, 91 വിളിച്ചു. ഇത് അതിന്റെയും മുമ്പുള്ള മദ്രസാ പുസ്തകം. ഒരു കോയക്കുട്ടി ഫാറൂഖ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. ഇത് 82 അടിച്ച പുസ്തകമാണ്. 82 അന്നും ഈ അത്തഹിയാത്ത് പഠിപ്പിച്ചു. അത്തഹിയാത്തു ലില്ലാഹ്, അത്തഹിയാത്തു ലില്ലാഹ് എന്ന് പഠിപ്പിച്ച് അതേ അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹ്. 1982 എത്രയായി? 82ആയി, 90ആയി, 91ആയി. ഇനിയോ ഇത് കർണാടകത്ത് നേരത്തെ 2 വായിച്ചത് കർണാടകത്തെ മുജാഹിദിന്റെ മൗലവിമാരാണ്. ഇത് 92, 900, 90, 91, 92 ഇതിലും പഠിപ്പിച്ചു. പിന്നെയോ അങ്ങനെ വന്ന് എവിടത്തോളം വന്നു? 2005 ഇത് സലഫി വിദ്യാഭ്യാസ ബോർഡ്, നെല്ലിക്കായി റസ്തെ, മംഗളൂർ. മുജാഹിദിന്റെ മംഗലാപുരത്തെ കർണാടകത്തെ ആധികാരികമായ കേന്ദ്രം. അതിലും അത്തഹിയാത്ത് പഠിപ്പിച്ചു. അതിൽ തട്ടിപ്പുണ്ടോ നിങ്ങൾക്ക്? അതാ രസം. ഭയങ്കരമായ തട്ടിപ്പാണ് മുജാഹിദ് നടത്തിയത്. ഇവർ പറയാറുണ്ടല്ലോ, സാധാരണക്കാർക്ക് അറബി അറിയാത്തത് കൊണ്ട് മൗലവി മുസ്ലിയാക്കന്മാർ നട്ടം തിരിക്കുന്നില്ല. എന്നാൽ ഇവർ നട്ടം തിരിച്ച് ഞാൻ കാണിച്ചുതരാം. ഇവർ നട്ടം തിരിച്ചു. നമാജിന്റെ രീതി കൈഫിയത്തു സ്വലാ എന്നൊരു അത്തഹിയാത്ത് ഉണ്ടാവും.
അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അത്തഹിയാത്ത് ഇതുവരെ 990 അർത്ഥം കൊടുത്തിട്ടില്ല, 91 അർത്ഥം കൊടുത്തിട്ടില്ല, 2005 അർത്ഥം കൊടുത്തു. അർത്ഥം കൊടുത്തത് എങ്ങനെ? നിങ്ങൾ നോക്ക്, വല്ലാത്ത അർത്ഥമാണ്. സർവ അഭിനന്ദനಗಳು, ಅನುಗ್ರಹೀತ ಕಾರ್ಯಗಳು, ಸರ್ವ ಪ್ರಾರ್ಥನೆಗಳು, ಸತ್ಕರ್ಮಗಳು ಅಲ್ಲಾಹನಿಗಾಗಿವೆ. ಶಾಂತಿ, ಅಲ್ಲಾಹನ ಕಾರುಣ್ಯ ಹಾಗೂ ಅನುಗ್ರಹಗಳು ಅವರಿಗೆ ಲಭಿಸಲಿ. അർത്ഥം കേട്ടോ? 2 കള്ളത്തരമാണ് മുജാഹിദ് ഇവിടെ നടത്തിയത്. അർത്ഥം അറിയാത്ത സാധാരണക്കാർക്ക് അറിയോ? ഇനി മങ്കൂസ് മൗലിദിന് അർത്ഥം അറിയാത്തത് കൊണ്ട് മുസ്ലിയാക്കന്മാർ നട്ടം തിരിക്കുന്നുവല്ലേ പറഞ്ഞത്? എന്നാ മൗലിമാരെ നിങ്ങൾ നട്ടം തിരിക്കുന്നത്. ഞങ്ങൾ മങ്കൂസ് മൗലിദിന്റെ പരിഭാഷയൊക്കെ കണ്ണെടുത്തിട്ടുണ്ട്, അറബി മലയാളത്തിലൊക്കെ ഉണ്ട്, ഒന്നിലും നട്ടം തിരിച്ചിട്ടില്ല. നിങ്ങൾ നട്ടം തിരിച്ചത് തൊണ്ടിയോട് പിടിച്ചതാ. നിങ്ങൾ എന്താ അർത്ഥം കൊടുത്തത്? അസ്സലാമു അലൈക്കന്റെ അർത്ഥം എന്താ? ഇപ്പൊ ഗ്രാമർ പഠിച്ച ആളുണ്ടാവല്ലോ, ഉത്തമ പുരുഷ, ദ്വിതീയ പുരുഷ, തൃതീയ പുരുഷ അല്ലേ? ഉത്തമ പുരുഷ എന്ന ഞാനും ഞങ്ങൾ, ദ്വിതീയ പുരുഷ എന്നാലോ നീ നിങ്ങള്, തൃതീയ പുരുഷ എന്നാലോ അവണോ അവറു അവളു. ഇതാണല്ലോ തൃതീയ പുരുഷ. ഇത് ഗ്രാമർ പഠിപ്പിക്കുന്നല്ലേ? ഞാൻ ഇത് സംഗതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്ക എന്ന് പറഞ്ഞാൽ ദ്വിതീയ പുരുഷ പ്രയോഗമാണ്. നിങ്ങളുടെ മേലിൽ എന്നാണ് അർത്ഥം. നിങ്ങൾ എപ്പോഴാ പറയാറുള്ളത്? നേരെ മുന്നിലുള്ള ആളോടല്ലേ നിങ്ങൾ നീ എന്നൊക്കെ പറയാറുള്ളത്. നമ്മുടെ തൊട്ട് മുമ്പിൽ ഒരാളുണ്ടെങ്കിൽ നീ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയും. നമ്മുടെ മുമ്പിലില്ല, എവിടോ ബാക്കിലാണുള്ളത്, എന്നാൽ നീ പറയാറില്ല. അവൻ, അയാള്, അവൾ എന്നൊക്കെയാണ് പറയാറുള്ളത്. എന്നാ മുജാഹിദിന് അസ്സലാമു അലൈക്ക എന്ന് പറഞ്ഞതോ തൊട്ട് മുമ്പ് നേരെ മുന്നിലുള്ള ആളോട് പറയുന്ന വാക്കാണ് അസ്സലാമു അലൈക്ക. ആരാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ. അപ്പൊ അസ്സലാമു അലൈക്ക അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ തൊട്ട് മുമ്പിലുള്ളത് പോലെ നബിയേ നിങ്ങളുടെ മേലിൽ അല്ലെങ്കിൽ താങ്കളുടെ മേലിൽ അങ്ങയുടെ മേലിൽ അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ എന്നാണ് അല്ലേ? നമ്മള് അസ്സലാമു അലൈക്ക നിങ്ങളുടെ മേലിൽ എന്നാണ് മുജാഹിദിന് അർത്ഥം കൊടുത്തത്. ഇതിപ്പോ പറഞ്ഞാൽ ശിർക്കാവൂലേ? വഫാത്തായി പോയ ആളുകളോട് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ശിർക്കാവൂലേ മുജാഹിദിന്? നിങ്ങൾ എന്ന് പറയാൻ പാടില്ലല്ലോ. ഖബറിലുള്ള ആളല്ലേ, മദീനത്തുള്ള ആളല്ലേ, നിങ്ങൾ എന്ന് പറയാൻ പറ്റോ? അതുകൊണ്ട് മുജാഹിദ് അർത്ഥം തെറ്റിപ്പിച്ചു. കണ്ടോ? അവരികൾ അബിസലി കണ്ടോ? അവരികളെ പ്രവാചകരിക്കാൻ നടത്തും. ഞാൻ ചോദിക്കട്ടെ, അസ്സലാമു അലൈക്ക എന്നതിന് അവർ എന്ന അർത്ഥം ഏത് ഡിക്ഷണറിയിലാണുള്ളത്? മൗലവിമാരെ, നിങ്ങൾക്ക് ആരാണ് അറബി പഠിപ്പിച്ചത്? അറബി അറിയാത്ത സാധാരണക്കാരെ നട്ടം തിരിച്ചതല്ലേ നിങ്ങൾ? സാധാരണക്കാരോട് നിങ്ങൾ എന്ന് പറഞ്ഞ അർത്ഥം കൊടുത്താൽ മൗലവിമാരെ നിങ്ങളോട് ചോദിക്കുമല്ലോ, ചെറുപ്പക്കാരെ, അല്ല മൗലവി സാബ് നിങ്ങൾ എങ്ങനെ പറയുന്നത് മരിച്ചുപോയ നബിയെ? അത് ശിർക്കാവില്ലേ എന്ന് മൗലവിന്റെ കോളർ പിടിച്ചു ചോദിക്കും. അപ്പൊ അത് പേടിച്ചിട്ടാണ് അവർ നാക്കിയത്. ഇനി രണ്ടാമത്തെ തട്ടിപ്പ്, രണ്ടാമത്തെ വഞ്ചന എന്താ? അസ്സലാമു അലൈക്കും അർത്ഥം കൊടുത്തു. എന്നാ അയ്യുഹൻ നബിയുടെ അർത്ഥം എവിടെ? അയ്യുഹൻ നബിയുടെ അർത്ഥം എവിടെ മൗലവിമാരെ? അയ്യുഹൻ നബി എന്ന് പറഞ്ഞാൽ എന്താ? ഓ നബിയേ എന്നല്ലേ അർത്ഥം? ഓ നബിയേ എന്നല്ലേ അർത്ഥം? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, അയ്യുഹൻ നബിയുടെ അർത്ഥം കട്ടുവെച്ചു മൗലവിമാർ. ആ അർത്ഥം കൊടുത്തില്ല. ആരെയാണ് നട്ടം തിരിച്ചത്? നാടന്മാരെ, സാധാരണക്കാരെ നട്ടം തിരിച്ചത് നമ്മളാ നിങ്ങളാ? മങ്കൂസ് മൗലിദിന്റെ അർത്ഥം അറിയാതെ ആളുകളെ നട്ടിരിക്കാൻ പോകുന്നു. അയ്യുഹൻ നബിന്റെ അർത്ഥം കട്ടുവെച്ചു. ഇനി നിങ്ങൾക്കറിയോ, ഇതിപ്പോ വഫാത്തായി പോയ നബിനെ വിളിച്ചതാ. അങ്ങനെ വന്ന് മുജാഹിദിന് ഇപ്പൊ ഏതായാലും ഇത് എങ്ങനെ ആയാലും ശരി പോകുന്നില്ല. മട്ടക്കാണ് ചവിട്ടിയ മാതിരി, അവിടെ ചവിട്ടുന്നു, ഇവിടെ പോകുന്നു, ഇവിടെ പോയി ചവിട്ടിയാൽ അവിടെ ചവിട്ടുന്നു. അവസാനം മുജാഹിദ് നിർവാഹമില്ലാതെ ഇപ്പൊ ഒരു പുസ്തകം ഇറക്കി. ഈ പറഞ്ഞ അർത്ഥയ്യാത്ത അതിന്റെ വേണ്ടേ വേണ്ട. ഈ ഉസാബരിയ വരിക അലൈക്ക അയ്യുഹൻ നബിന് അർത്ഥം കൊടുത്തില്ലെങ്കിൽ നട്ടം തിരിഞ്ഞ് ഈ മുസ്ലിയാക്കന്മാർ വന്നിട്ട് പ്രസംഗിപ്പിച്ചിട്ട് ഞങ്ങൾ നട്ടം തിരിക്കുന്നുണ്ടാന്ന് വിചാരിച്ച് അത്തയ്യാത്തന്നെ ക്യാൻസലാക്കി. സിഫത്തു സലാത്തിൻ നബി, പ്രവാചകരുടെ നമാജ് ക്രമ, ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി. ഇത് മുഹമ്മദ് ഹംസാൻ എന്ന സാധനം പുത്തൂർ ഒരു ചങ്ങായി ഉണ്ട്. അയാള് സൽപ്പിന്റെ വലിയ സാധനമാണ് നമ്മുടെ കർണാടകത്തെ. മൂക്കില്ലാത്ത നല്ല മുടി മൂക്കാൻ രാജാവായ മാതിരി ചങ്ങായിയുടെ ഒരു വലിയ ആളാണ്. അവരുടെ അത്തയ്യാത്തിൽ ഈ പതിയില് കണ്ടു. ഈ അത്തയ്യാത്ത് ഈ കൊടുത്ത അത്തയ്യാത്ത് എങ്ങനെ അറിയുമെന്ന് ശ്രദ്ധിച്ചോളൂ. അത്തഹിയ്യാതു ലില്ലാഹ്
വസ്സലവാതു വത്തയ്യിബാതു അസ്സലാമു അലൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചേഞ്ച് ആക്കിയത് കണ്ട? അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുന്ന സ്ഥലത്ത് അസ്സലാമു അലൻ നബി തൃതീയ പുരുഷ പ്രയോഗമാക്കി. എന്നിട്ട് താഴെ ഒരു ടിപ്പണിയും കൊടുത്തു. എന്താ ടിപ്പണി കൊടുത്തത്? നിങ്ങൾ സലഫിനോട് ചോദിച്ചോക്കൂ. ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರ ಮರಣಾನಂತರ ಈ ರೀತಿ ಹೇಳಬೇಕೆಂದು ಧರ್ಮ ನಿರ್ದೇಶಿತಗೊಳಿಸಲ್ಪಟ್ಟಿದೆ. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം ഇങ്ങനെ പറയണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ 2005 റസൂലുള്ളാഹി ഹയാത്തിലുണ്ടായിനാ? എവിടെ? സലഫിന്റെ ഓഫീസിലാ? 2005 വരെ സലഫികൾക്ക് അസ്സലാമു അലൈക അയ്യുഹൻ നബി. ഇത് എപ്പോഴാണ് അടിച്ചതറിയോ? ഈ 2010 ഫെബ്രുവരി ജനുവരി ഫസ്റ്റ് എഡിഷൻ 2010. അപ്പോ റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം അസ്സലാമു അലൻ നബി എന്ന് പറയുന്നത് പഠിപ്പിച്ചിട്ടുണ്ട്. ഹയാത്ത് കാലത്താണ് അസ്സലാമു അലൈക അയ്യുഹൻ നബി. എന്നാ മൗലവിമാരെ തലച്ചോറുണ്ടോ? അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ തന്നെ ആഫ്രിക്കയിലുള്ള സ്വഹാബത്തില്ലേ, മക്കയിലുള്ള സ്വഹാബത്തില്ലേ, മദീനയിൽ റസൂലുള്ളാഹി തങ്ങൾ ഇരിക്കുമ്പോ മക്കത്ത് താമസിച്ച സ്വഹാബത്തില്ലേ, ബഹ്റൈനിൽ താമസിച്ചവരില്ലേ, ഇറാഖിൽ താമസിച്ചവരില്ലേ? അവരൊക്കെ എങ്ങനെയാകില്ലേ? ഹയാത്ത് കാലത്ത് തന്നെ അവരെങ്ങനെ പറഞ്ഞത്? കൂട്ടരെ എന്റെ തലച്ചോറ് ഇല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞത് മാതിരി മീലാദ് നബി താഴെയും മുകളിൽ മീലാദ് നബി ഇസ്ലാമിൽ ഇല്ല എന്ന് പറഞ്ഞ കൂട്ടരല്ലേ ഇവർ? ഇനി നിങ്ങൾ നോക്ക്, വഫാത്തായി പോയ ആളുകൾ അങ്ങനെ വിളിക്കാൻ പറ്റുമോ? ഇവർ വിളിച്ചത് ഞാൻ പറഞ്ഞു 2005 വരെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെ പറയുന്നു നമുക്കറിയില്ല. ഇപ്പോൾ അവർ നിസ്കാരത്തിന്റെ കോലം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ നിസ്കാരത്തിന്റെ കോലൊക്കെ കാണിക്കേണ്ടിയിരുന്നു. അത് സക്കരിയ സലാഹി പറയുന്നുണ്ട്. മുജാഹിദിന്റെ നിസ്കാരത്തിന്റെ കോലൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് അവസാനം കേൾപ്പിക്കും. വല്ലാത്ത രസമുള്ള നിസ്കാരമാണ് മുജാഹിദിന്റെ നിസ്കാരത്തിന്റെ കോല സക്കരിയ സലാഹി പറയുന്നത്. ഇരിക്കട്ടെ, ഒറ്റ സംഭവം മാത്രം ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി സൈനബ് റളിയല്ലാഹു അൻഹ കാഫിറത്താണെന്ന് ആർക്കും അഭിപ്രായം ഉണ്ടാവില്ലല്ലോ. റസൂലുള്ളാഹി തങ്ങളുടെ പേരക്കുട്ടിയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ സൈനബ് റളിയല്ലാഹു അൻഹ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി. കർബലയിൽ വെച്ചുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യപ്പെട്ടപ്പോഴേ സൈനബ് റളിയല്ലാഹു അൻഹ ഇറാഖിലെ കർബലയിൽ നിന്ന് 1000 കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലത്ത് നിന്ന് വഫാത്തായി പോയ നബിയെ വിളിക്കുന്നു. യാ മുഹമ്മദ യാ മുഹമ്മദ ഹദാ ഹുസൈനു ബിൽ അറായി മുസമ്മലു. സുബ്ഹാന ജല്ല ജലാലുഹു. വഫാത്തായി പോയ നബിയെ വിളിച്ചുകൊണ്ട് സൈനബ് റളിയല്ലാഹു അൻഹ പറയുന്നു, നബിയേ, അങ്ങയുടെ പേരക്കുട്ടിയാകുന്ന എന്റെ സഹോദരനാകുന്ന ഹുസൈൻ ഇവിടെ വെച്ചുകൊണ്ട് രക്തത്തിന്റെ നടുവിൽ മരിച്ചു കിടക്കുന്നു. നബിയേ, ഇങ്ങോട്ട് വരണം നബിയേ, എന്നെ സഹായിക്കണം നബിയേ. സൈനബ് റളിയല്ലാഹു അൻഹ വിളിച്ചു പറഞ്ഞ സംഭവം ഇവരുടെ നേതാവ് ഇബ്നു കസീർ അൽ ബിദായത്ത് വന്നിഹായയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ത്വബരി അവിടുത്തെ താരീഖിൽ ഉദ്ധരിക്കുന്നുണ്ട്, താരീഖുൽ ഇസ്ലാമിലുണ്ട്, താരീഖുൽ ഉമമിലുണ്ട്. അങ്ങനെ തുടങ്ങി നിരവധി ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം സൈനബ് റളിയല്ലാഹു അൻഹ വഫാത്തായി പോയ നബിയെ വിളിച്ചു സഹായത്തിന് വേണ്ടി. മഹാന്മാരെ വിളിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇദം ഫലതത് ദാബത്തു അഹദികും ഫീ അർളിൻ ഫലാത്തിൻ ഫൽയുനാദി യാ ഇബാദല്ലാഹി അഈനൂനി. നിങ്ങളുടെ വാഹനം, നിങ്ങൾ എവിടെയെങ്കിലും നടന്നു പോകുമ്പോൾ നിങ്ങളുടെ വാഹനം നഷ്ടപ്പെട്ടു പോയി, യാത്ര ചെയ്യുന്ന വാഹനം നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ സമയത്ത് വിളിക്കണം, യാ ഇബാദല്ലാഹ്, ഓ അല്ലാഹുവിന്റെ മഹാന്മാരാകുന്ന സ്വാലിഹീങ്ങളെ, അഈനൂനി, എന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം, സഹായിക്കണമേ. മഹാന്മാരെ വിളിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഗൗസുൽ ആലമിനെ നമ്മൾ വിളിക്കുന്നത് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. ഇത്
ഖുതുബിയത്ത് നടത്താമോ, നടത്തിക്കൂടെ എന്നതിന്റെ തെളിവാണ്. ഇൻഷാ അല്ലാഹ് വിശദമായ തെളിവിലേക്കൊന്നും കടക്കാൻ ഇപ്പോൾ സമയമില്ല. ചുരുക്കം മാത്രം ഓർമ്മപ്പെടുത്തുന്നു, സാമ്പിളുകൾ മാത്രമാണ്. വിശദമായി വേണ്ടി വന്നാൽ ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് നോക്കാം. ഇനി നമുക്ക് ചില ക്ലിപ്പിംഗിലേക്ക് കടക്കണം. മുജാഹിദിന്റെ ചെറിയൊരു പോസ്റ്റ്മോർട്ടം നമുക്ക് നടത്തണം. അതിനു മുമ്പ് ക്ലിപ്പിംഗ് നടത്തുന്നതിന് മുമ്പ് വേറൊരു സംഗതി കാണിച്ചു തരാം. എന്തറിയോ, നമ്മള് കക്കൂസിൽ പോകുന്ന സമയത്ത് ചെല്ലുന്നൊരു ദിക്റുണ്ടല്ലോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂതി വൽ ഖബായിസ് എന്ന് പറയുന്ന ഒരു ദിക്ർ. ആ ദിക്ർ നിങ്ങൾക്കറിയോ, മുജാഹിദുകൾക്ക് ഇടയ്ക്കൊരു മുജാഹിദുകൾ ഈ ജിന്ന് ശൈത്താനിന്റെ പിന്നാലെ കൂടിയത് ഏകദേശം 2003 അല്ലെങ്കിൽ 4 ശേഷമാണ്. അതിന്റെ ശേഷമാണ് ജിന്ന് വല്ലാത്ത കൂടുതൽ, ശൈത്താനും ജിന്നും ഒക്കെ. അപ്പൊ അതിന് മുമ്പ് സാധാരണ മദ്രസയിൽ കൂടി പഠിപ്പിക്കുന്ന കുട്ടിക്കറിയില്ല എന്താണ് ഖുബൂസ് ഖബായിസ് നടത്താറ്. എന്താണ് അറിയില്ല. ഖുബൂസ് എന്ന് പറഞ്ഞാൽ ആണ് ശൈത്താന്, ഖബായിസ് എന്ന് പറഞ്ഞാൽ പെണ്ണ് ശൈത്താന്. അങ്ങനെ പെണ്ണ് ശൈത്താനിന്റെയും ആണ് ശൈത്താനിന്റെ ശർറിനെ തൊട്ട് കാവൽ തേടുന്നു എന്നാണ് ആ ദിക്റിന്റെ അർത്ഥം. പക്ഷെ ഇത് കൊടുത്താൽ പണ്ട് അവർക്ക് അപകടമായിരുന്നു. കാരണം പെണ്ണ് ശൈത്താൻ ആണ് ശൈത്താൻ അങ്ങനൊന്നുമില്ല. ജിന്നിന്റെ ശൈത്താന്റെ ഉപദ്രവവും ശൈത്താന്റെ ഉപദ്രവം അങ്ങനെ ഇല്ല എന്ന് വാദിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ മുജാഹിദുകൾ അന്ന് അർത്ഥം കൊടുത്തു. എന്താ അർത്ഥം വായിക്കാം. വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ്, അർത്ഥം അല്ലാഹുവേ മാലിന്യങ്ങളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അങ്ങനെ അർത്ഥം കൊടുത്തത്. മാലിന്യത്തിൽ നിന്നും വൃത്തികേടും, പെണ്ണ് ശൈത്താൻ ആണ് ശൈത്താനല്ല, അങ്ങനെ കൊടുക്കാൻ പറ്റൂല എന്നായിരുന്നു അവരുടെ വാദം. അങ്ങനെ കുറച്ചും കാലം കഴിഞ്ഞപ്പോ ഇതിപ്പോ മുജാഹിദിന്റെ മദ്രസ പുസ്തകമാണ്. അവർ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ KNM അച്ചടിച്ച അവരുടെ 3ാം തരത്തിലെ പുസ്തകം. എന്നാൽ ഇത് കർണാടകത്തെ സലഫികൾ അടിച്ചു. സലഫി എഡ്യൂക്കേഷൻ ബോർഡ് ദാരിദീപ ബീദിദീപ, അതാണ് ദാരിദീപ ബീദിദീപ എന്നൊക്കെ തന്നെയാണല്ലോ. അപ്പൊ അതിന്റെ 19ാം പേജ്, ഇതിന്റെ 19ാം പേജിൽ അർത്ഥം കൊടുക്കുന്ന കണ്ടോ. എന്താ അർത്ഥം കൊടുത്തത്? ഇവിടെ അർത്ഥം കൊടുത്തത് ഭയങ്കര അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ്, ഓ അല്ലാഹ് ನಾನು ഖുബൂസ് ಮತ್ತು ഖബായിസിൽ നിന്ന് നിന്നൊന്നിಗೆ അഭയം യാചിച്ചിದ್ದೇನೆ. ഖുബൂസ് അല്ലേ ഖുബൂസ്, അതിനർത്ഥം പറഞ്ഞില്ല. അർത്ഥം മാലിന്യ വൃത്തികേടെന്ന് പണ്ട് അർത്ഥം കൊടുത്തു. മുജാഹിദിലൂടെ ഖുബൂസ് ഖബായിസിനെ പറഞ്ഞു, അർത്ഥം കൊടുത്തില്ല. പിന്നെ ഇതേ മുജാഹിദികള് കർണാടകത്തെ വേറൊരു മദ്രസ പുസ്തകം 99 മുജാഹിദികളെ പോസ്റ്റ്മോർട്ടമാക്കാൻ നിങ്ങൾക്ക് ഓരോന്നും ವಿಸರ್ಜನೆಯ ಸ್ಥಳಕ್ಕೆ ಪ್ರವೇಶಿಸುವಾಗ ಅಲ್ಲಾಹುಮ್ಮಾ ಇನ್ನೀ ಅഊದು ಬಿಕಲ್ ಖುಬೂಸ್ ವಲ್ ಖಬಾಯಿಸ್, ಅಲ್ಲಾಹನೇ ಮಾಲಿನ್ಯ ಹಾಗೂ ಕೊಳಕುಗಳಿಂದ ನಾನು ನಿನ್ನಲ್ಲಿ ಅಭಯ ಕೊಡುತ್ತೇನೆ. നേരത്തെ മലയാളത്തിൽ കൊടുത്തത് അങ്ങനെ തന്നെ കൊടുത്തതാണ്. അതിന് ദാരിദീപക്കാകുമ്പം അതെന്തായി ഖുബൂസ് ഖബായിസ് മാത്രമായി പോയി. എന്നാൽ ഇതിപ്പോ ഒരു വലിയ ചാർജിന്റെ സാധനം ഉണ്ടല്ലോ, ചാർജില്ലാത്ത സാധനം. അതിന്റെ 54-55 പേജിൽ 54-55 പേജിൽ കണ്ടോ, അതിലർത്ഥം ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ്, അർത്ഥം അല്ലാഹുവിന്റെ നാമത്തിൽ അല്ലാഹുവേ ആൺപിശാചുകളിൽ നിന്നും പെൺപിശാചുകളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ബുഖാരി മുസ്ലിം എന്നൊരു അർത്ഥം കൊടുത്ത് താഴെ പറഞ്ഞു, ആൺ പെൺ പിശാചുകൾ എന്നതിനെ പ്രമാണങ്ങളെ ഒഴിവാക്കി യുക്തിക്കനുസൃതമായി വ്യാഖ്യാനിക്കുന്ന ചില നവയുക്തിവാദികൾ ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. അവർ രസകരമായ അർത്ഥമാണ് ഇതിനെ കണ്ടെത്തിയിരിക്കുന്നത്. ആൺ പെൺ മാലിന്യ വസ്തുക്കൾ എന്നും ആൺ പെണ്ണ് കൊതുകൾ എന്നെല്ലാം അവരിതിന് വ്യാഖ്യാനിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത വ്യാഖ്യാനത്തിന് നാം മുതിരുന്നത് ഗുരുതരമായ തെറ്റാണ്. ഹദീസിൽ പറഞ്ഞതുപോലെ വിശ്വസിക്കുകയാണ് നാം ചെയ്യേണ്ടത്. അപ്പൊ ഈ പറഞ്ഞതെന്താണ്? ഇത് പഠിപ്പിച്ചത് ഈ കുഴപ്പം മാലിന്യ എന്ന് പഠിപ്പിച്ചത് സലഫികളല്ലേ? ആ പറഞ്ഞത് തെറ്റാണെന്നും പറയുന്നത് സലഫികളല്ലേ? ആരെയാണ് വിശ്വസിക്കേണ്ടത് കൂട്ടരെ?
ആരെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്? ഇനി നിങ്ങൾ നോക്ക്, വേറെ സാധനം, വേറെ സംഗതി. വിതൃസ്കാരത്തിൽ കുനൂത്തുണ്ടോ ഇല്ലേ? ഇതാ വിതറില് കുനൂത്ത് ഇല്ല എന്നാണ് മുജാഹിദിന്റെ മൗലവിമാർ അവരുടെ പവിത്ര സന്ദേശയിൽ കൊടുത്തിട്ടുള്ളത്. വിതൃസ്കാരത്തിൽ കുനൂത്ത് സുന്നത്തില്ല. എന്നാൽ പുത്തൂറും ഇറക്കിയ അവരുടെ ആദർശ ധൈര്യം എന്ന സാധനമുണ്ട്. അതിൽ വിതറിലെ കുനൂത്ത് വളരെ വ്യക്തമായി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നിലും ഉണ്ടോ? ഇത് പുത്തൂർന്ന് ഇറക്കിയ ഇമേജ് പബ്ലിക്കേഷൻ ഇറക്കിയ പുസ്തകമാണ്. ഇതിന്റെ 112-ാമത്തെ പേജിൽ വിതറിലെ കുനൂത്ത് കൊടുക്കുന്നത് കാണാം. വിതറിലെ കുനൂത്ത് അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദൈത വആഫിനി ഫീമൻ ആഫൈത. പവിത്ര സന്ദേശത്തിൽ പറയുന്നു വിതൃസ്കാരത്തിലെ കുനൂത്ത് ബിദ്അത്താണ്. ആരെയാണ് വിശ്വസിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 90 വർഷത്തിൽ 90 വട്ടത്തിലേക്കാൾ ഏറെ റിപ്പയർ ആയിട്ടുണ്ട്. ഇനി ഏതാനും ചില വിഷയങ്ങൾ ക്ലിപ്പിങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. എന്താ നമുക്കറിയാം, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കയ്യിൽ വളരെ പുണ്യമുള്ള ഒരു ഇശാറെ മുബാറക്. അല്ലാഹു അതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കി തെരുമാറാകട്ടെ. ആ മുടിക്ക് ബർക്കത്തില്ല എന്നായിരുന്നു മുജാഹിദിന്റെ മൗലവിമാർ പ്രസംഗിച്ച് നടന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിക്ക് ഒരു പുണ്യവുമില്ല. പിന്നെ സ്വഹാബത്ത് എടുത്തു വെച്ചിട്ടുണ്ടോ? എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എടുത്തു വെച്ചത് അതിന് പുണ്യം ബറക്കത്തുണ്ട് എന്നല്ല. പിന്നെ നമ്മുടെ ഉപ്പാപ്പ മരിച്ചാൽ ഉപ്പാപ്പയോട് സ്നേഹമുള്ള മക്കള്, ബാപ്പയോട് സ്നേഹമുള്ള മക്കള് ബാപ്പയുടെ പെന്ന്, പെൻസില്, ചെരുപ്പ്, മുടിയൊക്കെ എടുത്തുവല്ലോ എന്നതുപോലെയാണ്. അതിന് പുണ്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ടല്ല. അത് മുജാഹിദ് ബാലുശ്ശേരി തഹ്ഖീഖ് പറയുന്ന മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന കേട്ടുള്ളൂ. ായി പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി സഹാബത്ത് സൂക്ഷിച്ച ഘട്ടങ്ങൾ എന്താണ് എന്ന് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. ഇപ്പൊ റസൂലുള്ളാഹിന്റെ മുടി ഏതുപോലെ നമുക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ ബാപ്പ മരിക്കുമ്പോ ബാപ്പ സ്ഥിരമായിട്ട് ഉപയോഗിച്ച പേന ബാപ്പയുടെ ഓർമ്മക്കായി എടുത്തു വെക്കും. സ്നേഹമുള്ള മക്കള് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ബാപ്പട്ട ജുബ്ബ, ഇനി ബാപ്പാന്റെ വല്ല മുടി എവിടെ അതെന്തിനാ ആരാധിക്കാനാ? അതിന് പുണ്യം ഉണ്ടെന്ന് വിചാരിക്കാനാ? അല്ലെങ്കിൽ അതിന് പുണ്യം ഉണ്ടെന്ന് വിചാരിക്കാനാ? അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കാനാ? അല്ല. സ്നേഹമുള്ളവരൊക്കെ ചെയ്യണം. ബാപ്പാന്റെ ഒരു പേന, ബാപ്പ ചോദിച്ച ഡയറി, അല്ലെങ്കിൽ ബാപ്പ ഉപയോഗിച്ച മറ്റെന്തെങ്കിലും ഒരു ചെറിയ പെൻസില്, ഈ വക കാര്യങ്ങളൊക്കെ സ്നേഹമുള്ളവര് റസൂലുള്ളാഹിന്റെ മുടി സഹാബികൾ ചിലർ അങ്ങനെ സൂക്ഷിച്ചു. സത്യമാണ്, അവർ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അത് കൃത്യമായി പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി സഹാബത്ത് സൂക്ഷിച്ച. അപ്പോ അതിനൊരു പുണ്യവും ഇല്ല. അതൊക്കെ ബാപ്പയോട് സ്നേഹമുള്ള നമ്മൾ ബാപ്പ മരിച്ചാൽ ബാപ്പന്റെ ചെരുപ്പ് പെഞ്ഞെടുത്ത് വെക്കുന്ന മാതിരിയാണ്. അതിന് ബർക്കത്ത് പുണ്യമൊന്നുമില്ല. എന്നാ ഈ പറഞ്ഞ ഇതേ മൂർഖം പാമ്പ്, ഇതേ മുജാഹിദ് ബാലുശ്ശേരി ഇപ്പൊ പറയുന്നത് കണ്ടോളൂ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വടി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുതപ്പ്, അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഡ്രസ്സ്, അല്ലാഹുവിന്റെ റസൂൽ ഉപയോഗിച്ച പാത്രം, ഇതുകൊണ്ടെല്ലാം സഹാബികൾ ബർക്കത്തെടുത്തിരുന്നു. മുജാഹിദുകളുടെ വിശ്വാസമാണ്. മുമ്പ് പറഞ്ഞതോ ശ്രദ്ധിക്കണം. മുജാഹിദുകൾ ശ്രദ്ധിക്കണം, ബാക്കിയുള്ളവർ എല്ലാവരും ശ്രദ്ധിക്കണം. ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബുഖാരി നിഷേധിക്കാൻ മുജാഹിദിന് കഴിയില്ല. മടവൂർ വിഭാഗത്തിന് കഴിയും, നമുക്ക് കഴിയും. സ്വഹീഹ് മുസ്ലിം നിഷേധിക്കാൻ സുല്ലമിക്ക് കഴിയും, നമുക്ക് കഴിയില്ല. മുമ്പ് നിഷേധിച്ചതോ അത് മറന്നുപോയി. അതിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യം നബിയുടെ മുടിയിട്ട വെള്ളം കൊണ്ട് സഹാബികൾ ബർക്കത്തെടുത്തു. അതെ, ഹദീസാണ്, നിഷേധിക്കാൻ കഴിയില്ല. എന്താ നമ്മളെ വാദം? അത് മറക്കരുത്. നബിന്റെ മുടിക്ക് ബർക്കത്തില്ല എന്നുള്ള വാദം മുജാഹിദുകൾക്കില്ല. മുമ്പ് പറഞ്ഞതോ എല്ലാവരും പോയിന്റ് നോട്ട് ചെയ്യണം. എന്താണ് വളരെ കൃത്യമായി നോട്ട് ചെയ്യേണ്ട പോയിന്റ്?